2 plate chapati. Cheta, no chapati, no parota, only meals. 2 meals. ബായ് ആ പാട്ടിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കോ? ബായ് പഴയ രാജ്കുമാർ ഫാനാന്ന് തോന്നുന്നു. വന്ന് ഓഫീസുകാരൻ്റെ മൊത്തം ബായിമാരാ. അല്ല ഇതെന്താ ഇപ്പൊ ചോറ്? അത് ശരി. നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എത്ര മണിയാന്ന് വല്ല വിചാരണ്ട. അവിടെ എല്ലാം തീർന്നു. വിളമ്പാൻ പോലും ആൾക്കാരില്ല. കണ്ടില്ലേ, സെൽഫ് സർവീസാ. എല്ലാ പ്രാവശ്യം ഈ ചപ്പാത്തിൻ്റെ കഴിക്കുന്നത്. ഒരു ദിവസം ചോറ് കഴിച്ചുള്ളൂ, യാതൊരു കുഴപ്പമില്ല. അതിനിതിപ്പോ എങ്ങനെ കഴിക്കാം? എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മാഗി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. ആ അതിൻ്റെ കുഴപ്പം. ഈ അമ്മമാരുടെ സ്നേഹം അറിയണമെങ്കിൽ നല്ല പുത്തനല്ലേ നീ ചോറുള്ളായി കുഴച്ച് കഴിക്കണം. ഇതാ ഇതിങ്ങനെ. ഹലോ, ഹാ, ഞാൻ ദേ ഓഫീസിലാ. ഓ, അവിടെ ഇപ്പൊ രാത്രിയാണല്ലോ അല്ലേ? ആ, കഴിച്ചായിരുന്നോ? ഞാൻ ദേ ഫുഡ് കഴിച്ചോണ്ടിരിക്ക. ആ, ഞാൻ എന്നാ കഴിച്ചിട്ട് വിളിക്കട്ടെ. വിളിക്കാം. ഓക്കെ, ശരി. ആരാ? അതെന്റെ ഫ്രണ്ടാ. അല്ല ഇതെന്താ? ഇതാണ് ഈ ചോറുള്ള. പണ്ട് അമ്മ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ ഈ ചോറുള്ളായിട്ട് കഴിക്കാൻ പറയും. അമ്മയുടെ വിചാരം ഈ ചോറുള്ള കഴിച്ചു കഴിഞ്ഞാൽ എന്റെ വിഷമമൊക്കെ മാറുന്ന. ഞാനിത് തന്നെ ചുമ്മാ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ആ, അതൊക്കെ പോട്ടെ. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. ഞാൻ സ്പോട്ട് റെസിഗ്നേഷൻ ഇടാൻ പോവാ. സ്പോട്ട് റെസിഗ്നേഷനാ? ഇവിടെ എത്ര പേരെ കൈ കാലം പിടിച്ചിട്ട് ഈ ജോലി കിട്ടിയെന്ന് എനിക്കൊരു വിചാരം ഉണ്ടോ? അതിന് ആർക്ക് വേണം ഈ കൂതറ ജോലി? എനിക്ക് വിദേശത്ത് നല്ല അടിപൊളി ജോലി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. അപ്പൊ പൈസ മാത്രം മതിയോ? നമ്മളൊക്കെ മിണ്ടണ്ടേ? ആ, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. നീ ഒന്ന് മുഴുവൻ പറയാൻ സമ്മതിക്കോ? ശരിയാ, നമ്മൾ തമ്മിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് 10 വർഷത്തോളമായി. പക്ഷെ ഇപ്പോഴും നീ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആകുമ്പോൾ നാളെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. മിനിമം ഒരു 2 lakhs സാലറി വേണം. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനൊക്കെ അത്രയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ ഹസ്ബൻഡ് ചെറുതായി പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവിടെ നാട്ടിൽ നിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ആ കണ്ണ് കാണാൻ വയ്യാത്ത അമ്മയെ ഞാൻ ജീവിതകാലം മൊത്തം നോക്കേണ്ടി വരും. കാണുന്നവർക്കൊക്കെ സെന്റിമെന്റ്സും കമ്മിറ്റ്മെന്റ്സും ഒക്കെ പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. ഞാനല്ലേ ജീവിതകാലം മൊത്തം ചുമക്കേണ്ടത്? നീ ഇത് സീരിയസ് ആയിട്ടാണോ പറയുന്നത്? എത്ര സമയം തന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും ശരിയാവുന്നില്ല. 10 വർഷം മുന്നേ കാറ്ററിംഗിന് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാനത് മേടിച്ചതെന്നൊക്കെ ഞാൻ എത്രമാത്രം എന്നെ സ്നേഹിക്കാമെന്ന് ചിന്തിക്കും. നീ എന്റെ സ്നേഹത്തിന് വില പറയാണോ? 10 വർഷം നിന്നെ സ്നേഹിച്ചല്ലേ നീ എന്നെ വെറും സർവ്വ പോവണേക്കുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പം നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അതിപ്പോൾ ഇവിടെ കിടന്ന് അറിയിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കത് എൻജോയ് ചെയ്യണം. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഇതിനെ സാറ് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നുമില്ല സാർ. നിങ്ങളോ ഒരു മിനിറ്റ്. ആ രാജേഷോടൊന്നും വരാൻ പറയണ്ട.
ഓക്കെ. പിന്നെ ഞാൻ ഒന്ന് വിളിച്ചിരുന്നു, ഒരു ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ കമ്പനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ അറിഞ്ഞുകൊണ്ട് വരുന്നു കമ്പനി ആകെ സ്ട്രഗിൾ, എല്ലാ പ്രൊമോഷനും തടഞ്ഞു തന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, പ്രൊമോഷന്റെ കാര്യം. പക്ഷെ ഇപ്പൊ തരാൻ ഒരുപാട് കമ്പനിയുടെ കൂടെ നിന്നവരെ കൈവിടില്ല. മാനേജ്മെന്റ് പറഞ്ഞു തനിക്ക് വേണമെങ്കിൽ റിസൈനിങ് പോകാം. മനസ്സിലായി സാർ, ഞാൻ എന്നാ പോട്ടെ. തനിക്ക് എന്തോ പ്രോബ്ലം ഇല്ല. ഇതിനെ അവൾ പോയല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? അവിടെ നിവിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. റിസൈൻ ഇട്ട് പോയെന്നാ പറഞ്ഞത്. അല്ലെങ്കിലും പണമില്ലാത്ത പുരുഷന് ഏത് പെണ്ണിനാണ് ആവശ്യം? നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലോട്ടില്ല. ടെൻഷനാവണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞോളാം, നീ ചെല്ലേ. ആരാ? നീയാണോ? ആ ചോറെടുത്ത് തന്നൂല്ലേ? നാണല്ലോ ഇങ്ങനെ തിന്നാൻ. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കാര്യം മാത്രം. നീ പോയോ? മോനെ നീ എണീക്കണല്ലേടാ, ഭക്ഷണം കഴിക്കണ്ടേ? അമ്മയോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്നെയും കൂടി സഹായത്തിന് വിളിക്കണം. അമ്മയ്ക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ മോനെ. അമ്മയ്ക്ക് ചെയ്യാനുള്ള ജോലിയുള്ളൂ മോനെ, ഇപ്പോഴും തന്നെ. അല്ല, അമ്മ കഴിക്കണില്ലേ? അമ്മ കഴിച്ചോളാം, അമ്മ കഴിച്ചോ. ആ, അത് വേണം. വന്നേ, വന്നിരുന്നേ. അല്ല, ഇന്നലെ അടുക്കളയിൽ 2 വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിരുന്നല്ലോ, അതെന്തിനായിരുന്നു? അതോ, അത് പിന്നെ ഇന്നലെ നിനക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി വെളുത്തുള്ളിയുടെ തൊലി കളയണമായിരുന്നു. പെട്ടെന്ന് അമ്മയ്ക്ക് അന്ന് വന്ന പോലെ ഷുഗർ കൂടി തല ചുറ്റി. എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു മോനെ. വീട്ടിൽ ഞാൻ മാത്രം. അമ്മ ശരിക്കും പേടിച്ചു പോയടാ. ഞാൻ അവിടെ ഇരുന്ന് ചോറെടുത്ത് കഴിച്ചു. ആ കസേരയിൽ വന്നിരുന്നപ്പോഴാണ് മോൻ വന്നത്. നീ ആദ്യമായി ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ നിനക്ക് അമ്മിഞ്ഞപ്പാൽ തന്ന് ഊട്ടി തുടങ്ങിയതാ ഞാൻ. അതിനുശേഷം എത്രയോ തവണ ഈ നെഞ്ചിലെ സ്നേഹം നീ ചോറുരുളകളായി കഴിച്ചിട്ടുള്ളത്. അമ്മ, ഞാൻ കോളേജിൽ പോവാ. എടാ, ഈ ചോറുരുള ഒന്ന് കഴിച്ചിട്ട് പോടാ. ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എത്ര വിശപ്പുണ്ടെങ്കിൽ ആരും കാണാതെ അമ്മ മോന് തന്നിട്ടല്ലേ ഉള്ളൂടാ. എന്നെങ്കിലും എൻ്റെ മോൻ കഴിക്കാതെ അമ്മ കഴിച്ചിട്ടുണ്ടോടാ? എന്നിട്ട് നീ പറഞ്ഞു കളഞ്ഞല്ലോ
അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂന്ന്. നീ കരയാണോ മോനെ? ആ ചോറെടുത്ത് തന്നൂലേ? നാണല്ലോ ഇങ്ങനെ തിന്നാൻ. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കാര്യം മാത്രം. എന്താടാ, എന്താ പറ്റിയേ? എന്തിനാ നീ കരയണത്? അമ്മ, ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞതാ. ഞാൻ അമ്മോട് മനഃപൂർവ്വം പറയൂ? ഞാൻ അമ്മേനെ മോനല്ലേ? ഞാൻ മനഃപൂർവ്വം പറയൂ? എന്നോട് ക്ഷമിക്കില്ലേ? ഇല്ലേ? ഇതിനാണ് എൻ്റെ മോൻ കരയണത്. നീ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ അല്ലടാ കിടന്നത്. അതുകൊണ്ട് അമ്മ പലഹാരം ഒന്നും വെക്കാണ്ട് ചോറ് തന്നെ വെച്ചത്. ഇതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചേ നീ. ഇന്നലെ രാത്രി ഒന്നും കഴിക്കാണ്ടല്ലേ കിടന്നത് മോനെ? അല്ലേ വേണ്ട, അമ്മ വാരിത്തരാം. ഓം പിണ്ടായ നമഃ. ഓം പിതൃദായ നമഃ. ഓം മാതൃദായ നമഃ. ഓം പിതൃദായ നമഃ. ഓം പിണ്ടായ നമഃ. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം. ചോറുള്ള മുന്നിൽ വെച്ചിട്ട് എന്താലോചിച്ചിരിക്കുക? അമ്മേനെ പറ്റി ചിന്തിച്ചതാ. അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ആ പിണ്ടം അങ്ങോട്ട് സമർപ്പിക്കുക. അമ്മയ്ക്ക് മോക്ഷം കിട്ടണം. താനിങ്ങോട്ട് വരിക. കാക്കയെ കൈയോട്ടി വിളിച്ചേ. കാക്കകൾ വരണമെങ്കിൽ അതിന് ആത്മാവ് തന്നെ വിചാരിക്കണമെന്ന് തോന്നുന്നു. സാരമില്ല, കുറച്ച് കഴിഞ്ഞ് വന്നോളും. താനിങ്ങോട്ട് വരിക, നമുക്ക് പോവാം. അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് താൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അമ്മ ഇനിയൊന്നും ഒറ്റയ്ക്കല്ലേ? ഇനി വരില്ല. വാ പോവാം. മോനെ, അമ്മേനെ ഒറ്റയ്ക്കാക്കി പോവാണല്ലേടാ? ഈ ചോറുരുള കൂടി കഴിച്ചിട്ട് പോടാ. അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ, ഈ പൈസ ഇല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും പെണ്ണുണ്ടോന്ന്? അങ്ങനെ ഒരു പെണ്ണുണ്ട് ഈ ലോകത്തിൽ. നമ്മൾ വരുന്നതിന് മുൻപ് നമ്മുടെ ലോകമായ ഒരു സ്ത്രീ. സ്വന്തം വിശപ്പിനേക്കാൾ നമ്മുടെ വിശപ്പിന് വില കൊടുത്തൊരു സ്ത്രീ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ. ആരും അറിയാതെ നമ്മുടെ കാലിപ്പോക്കറ്റിൽ കാശ് വെച്ച് തന്നൊരു സ്ത്രീ. നമ്മുടെ ഏകാന്തതകളെ പറയാൻ